ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് നമസ്കാരം. ഓണ സാന്നിധ്യത്തിൽ ഇനി സംഗീത സാന്നിധ്യമായാലോ. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ സുപ്രസിദ്ധ പിന്നണി ഗായികയായ PV പ്രീതയാണ് ഇന്ന് സംഗീത സാന്നിധ്യമായി നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത്. മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്തുണ്ട് വിശേഷം? മൊത്തം ഒരു ഓണമയമാണ് കാണാൻ. ഓണം എന്ന് പറയുമ്പോൾ മഞ്ഞ കളറാണല്ലോ. തീർച്ചയായിട്ടും അല്ലേ, ഐശ്വര്യത്തിന്റെ കളറാണ് മഞ്ഞ കളർ. നമ്മുടെ ട്രഡീഷണൽ വേറിന്റെ തന്നെ ഒരു കോമ്പിനേഷൻ അതല്ലേ. ഇത് കാര്യം എന്താണെന്നറിയാമോ, പാട്ടുകാരിയാണ്, എന്താ പറയുക, പഠിപ്പിക്കുന്നുണ്ട്, പിന്നണി പാടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയ്ക്ക് ആളൊരു ബിസിനസ്സുകാരി കൂടിയാണ് എന്നൊക്കെ പറയട്ടെ. അങ്ങനൊന്നും പറയരുത് കേട്ടാ. ചെറിയ രീതിയിൽ എൻ്റെ ഒരു ഇഷ്ടമാണത്, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ ആയോ? അതിൽപ്പെട്ട ഒന്നാണ്. അതിൽപ്പെട്ട. അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല ജ്വല്ലറികൾക്ക് ചേച്ചിയെ സമീപിക്കുക അല്ലേ. ഒരുവിധമുള്ള പാട്ടുകാരികളെല്ലാം ചേച്ചിയുടെ കസ്റ്റമേഴ്സ് ആണോ? ആണോ? അതെ അതെ, ഒരുവിധം. ശരി, ഈ വിശേഷങ്ങളൊക്കെ പറയുന്നതിനോടൊപ്പം ഞാൻ പറഞ്ഞു കേരളീയർക്ക് ഏറെ പ്രിയങ്കരിയായ പാട്ടുകാരിയാണെന്ന്. അപ്പം സംഗീത സാന്നിധ്യമാണ്. അപ്പൊ നമുക്ക് അതെ, ചിങ്ങമാസമാണ്, ഓണക്കാലമാണ്. അപ്പം ഒരുപാട് പാട്ടുകളുണ്ട്, പാടി പതിഞ്ഞ പാട്ടുകളാണ്. ഏത് പാട്ടുകാരുടെ അടുത്ത് ചോദിച്ചാലും. പക്ഷെ ആ പാട്ടുകളൊന്നും ഇല്ലാതെ ഓണമില്ല. ഓണമില്ലല്ലോ ഇല്ലേ. ഒരു തിരുവോണ പുലരി ഉണ്ട്, പൂവിളി ഉണ്ട് അല്ലേ, കുറെ പാട്ടുകൾ നമ്മൾ സ്ഥിരം പാടുന്നുണ്ട്. പാട്ടുകളെല്ലാം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം ഇപ്പൊ ഈ പാട്ട് ഏതെങ്കിലും ചാനലിൽ പാടിയില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും പാടാറുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ആദ്യം ഏത് പാട്ടാണ്? മാവേലിക്കും പൂക്കളം. അത് അധികം ആരും പാടുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? മെയിൽ സോങ് ആണത്. ഇത് ഞങ്ങളുടെ കഥ എന്ന് പറയുന്ന ചിത്രത്തിലെ നല്ലൊരു, അവരെ മെയിൽ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് തിരുവാതിരയും കൈകൊട്ടിപ്പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ളൊരു പാട്ട്. അപ്പൊ ഇന്ന് നമുക്ക് ആ പാട്ട് പാടി ഓർമ്മ പുതുക്കാം അല്ലേ. മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വർണ്ണപ്പൂക്കളം. ആഹാ, മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂത്തുമ്പി തുള്ളിക്കാൻ പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂത്തുമ്പി തുള്ളിക്കാൻ പൂവേ പൊലി പൂവേ. ഞാനേ ചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എത്രയോ വർഷത്തിന് മുമ്പ് ദൂരദർശൻ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ പാടിയ പ്രീത ചേച്ചിയെ കുറിച്ചാണ് ഞാൻ ഓർത്തത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അതെ അതെ, മാർക്കോസ് എങ്കിലും ചേച്ചിയൊക്കെ ആയിട്ട് കുറേ പാട്ടുകളൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്നില്ല. ആ പാട്ട് ഒരുപാട് പ്രാവശ്യം കാണിക്കുമായിരുന്നു. എനിക്ക് റീസെന്റ് ചേച്ചി വല്ല അപേക്ഷ കൊടുത്തോ കാണിക്കരുതെന്ന്? വേണ്ടി വരും മിക്കവാറും കേട്ടോ. അല്ല, പക്ഷെ അത് യൂട്യൂബില് ഇട്ടിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ മലയാളികളുടെ ഒരു എന്താ പറയാ ഗൃഹാതുരത്വമാണ്. അയ്യോ, സോങ് സൂപ്പർ സോങ് ആണ്. ഞാൻ പറഞ്ഞ മനുഷ്യരുടെ രൂപവും കോലവും ഒക്കെ മാറി, അതാണ് ഉദ്ദേശിച്ചത്. ഇല്ല, അന്നും പ്രീത ചേച്ചി എന്ന് പറഞ്ഞത് എന്താ പറയാ പാട്ടുകാരികൾക്കൊരു മാതൃകയാണ്. എങ്ങനെയാണ് സ്റ്റേജിൽ വരേണ്ടത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, അതൊക്കെ ചേച്ചി കണ്ടു പഠിക്കണമെന്ന് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ശരി, സന്തോഷമില്ലേ? സന്തോഷമായി. കുറച്ചുകൂടെ തളിക്കോ. അതൊക്കെ ഇരിക്കട്ടെ. ഈ മേക്കപ്പ് ഒക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ എങ്ങനെയാ പഠിച്ച ചേച്ചി? അതൊരു കുശുമ്പ് ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ഇതിപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ അവരെ കാണുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ അവർക്ക് നിറയെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഏഷ്യാനെറ്റിൽ സരിഗമ ചെയ്തിരുന്നല്ലോ, ഒരു 4-5 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ആ സമയത്ത് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ചാനലിൽ കാണുമ്പോൾ ഞാൻ കാണാറേ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അവർ നമ്മൾക്ക് ചേരുന്ന വിധത്തിൽ നമ്മളുടെ മേക്കപ്പിനെ നമ്മളാക്കിയെടുക്കണം കുറച്ചൊക്കെ. അപ്പം അവർ കണ്ണ് വരയ്ക്കും, പുരികമൊക്കെ വരയ്ക്കും, ഒക്കെ ചെയ്തു തരും. അത് അതേപടി നമ്മളിരുന്നാൽ ചിലർക്കത് ചേരില്ല. നമുക്കും അറിയാലോ നമുക്ക് എങ്ങനെയാണ് കണ്ണ് വരച്ചാൽ പുരികം വരച്ചാൽ നന്നാവുകയെന്ന്. ആദ്യമൊന്നും എനിക്ക് അതുപോലും അറിയില്ലായിരുന്നു.
അതുകൊണ്ടാണ് എനിക്ക് കാണുന്നത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ക്രമേണ ഞാൻ എനിക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നോക്കി പഠിച്ചു, നല്ലോണം മനസ്സിലാക്കി. പിന്നെ കൽപ്പന ചേച്ചി ഇപ്പോൾ ഇല്ല, കൽപ്പന ചേച്ചി ഒരു ഷോയ്ക്ക് പോയപ്പോൾ, അറേബ്യൻ ഡ്രീംസ് എന്ന ഷോയ്ക്ക് പോയപ്പോൾ അപ്പോഴും ഒന്നും അറിയില്ല കേട്ടോ, ഞാൻ സരിഗമയുടെ ഭാഗമായിട്ടാണ് പോണത് ആ തുടക്ക സമയത്ത്. അപ്പം ഞാൻ എനിക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച്, നീ ഇതിൽ എല്ലോ ഒന്നും മിക്സ് ചെയ്യാതെയാണോ ഇടുന്നത്? അയ്യോ, അപ്പോൾ ആദ്യത്തെ ടിപ്സ് പറഞ്ഞു തന്നത് ചേച്ചിയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ അടുത്തുനിന്നും ഇത് മനസ്സിലാക്കും. പിന്നെ പുതിയ പുതിയ രീതികളൊക്കെ വന്നല്ലോ, അപ്പോൾ സ്മോക്ക് ചെയ്ത് ഐസ് എഴുതുക അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഫൗണ്ടേഷൻ അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്താ എങ്ങനെയാണ്. ഇപ്പോൾ രഞ്ജിമാർ നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ രഞ്ജുവിനോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ രഞ്ജു പറഞ്ഞു തരും. ചില കാര്യങ്ങളൊക്കെ അവരുടെ അഡ്വൈസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ തന്നെത്താനെ മേക്കപ്പ് ചെയ്യാൻ പോവാം അല്ല, ഇനിയല്ല, അത് അതിക്രമിച്ചിരിക്കുന്നു തോന്നുന്നു. കാരണം ചേച്ചി അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നത്. അല്ല, എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ വേറെ കുഴപ്പമുണ്ട് സരിത, ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പോലെ ഇരിക്കും. ഞാൻ ചുണ്ട് വരയ്ക്കണത് അല്ലെങ്കിൽ ലിപ്പ് ലൈൻ ചെയ്യുന്നത് ഒക്കെ ഞാൻ എനിക്ക് ചെയ്യണ പോലെയല്ലേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഓരോരുത്തർക്കും ചേരണം. പക്ഷെ എന്നാലും വൃത്തികേടാവാതെ ചെയ്ത് കൊടുക്കാൻ അവർ ഓൾറെഡി ചെയ്യണതിനെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ എനിക്കറിയാം. ഭാവിയിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടി ആവോ? അറിയില്ല കേട്ടോ, അറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി ടാസ്കിന്റെ കാലമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒട്ടും കുറയില്ല. അതെ, തീർച്ചയായിട്ടും. പുതിയ സംഗീത വിശേഷങ്ങൾ എന്ന് പറയാം. പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ചോദിക്കരുത്, ഞാൻ കൊല്ലും. അതെന്താ? പ്രോജക്റ്റേ ഇല്ല, അതാണ് സത്യം. സ്വസ്ഥം ക്ലാസ് എടുക്കുന്നു. പക്ഷെ ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഷോർട്ട് ഫിലിം ഇപ്പോൾ ഈ ഇടയ്ക്കും കൂടെ പാടി. അതിൻ്റെ ടൈറ്റിൽ അറിയില്ല എനിക്ക്. അജി സരസ് അയച്ചേട്ടനാണ് മ്യൂസിക്. അപ്പോൾ നല്ലൊരു പാട്ടാണ്, കുറച്ച് ടഫാണ്. നമ്മുടെ അഭിജിത്ത് കൊല്ലവും ഞാനും കൂടെ ആയിട്ടൊരു ഡ്യുവറ്റ്. റിലീസായോ? ഇല്ല, ആയിട്ടില്ല. അത് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റിലീസാവുന്ന എപ്പോഴാണെന്നറിയില്ല. അതാണ് ഞാൻ ലേറ്റസ്റ്റ് പാടിയത് കേട്ടോ. പിന്നെ എന്താ ചാനലിലെ പ്രോഗ്രാം. പിന്നെ എല്ലാവരും ഇപ്പം എന്താ സ്വന്തമായിട്ട് യൂട്യൂബ് റിലീസുകൾ. അതാണ് ആർട്ടിസ്റ്റുകളെ വിളിച്ചാൽ പറയാം, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഇന്റർവ്യൂ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചാനലാണ്. അതെ അതെ അതെ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവനവന് ചാനൽ ഉണ്ടാക്കി നമ്മൾ ഇവിടെ സംഗീത ലോകത്തിരിക്കുന്ന കാര്യം പണ്ട് വളരെ കുറച്ച് പ്രവർത്തകരായി മാറിയില്ലേ? ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കവർ സോങ്സ് ഒക്കെ ഞാൻ പ്ലാനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വളരെ കുറവാണ്, എന്നാലും ഭയങ്കര പ്ലാനിങ് ആണ്. ആലോചിച്ചു, ജോസേട്ടൻ ഇല്ലേ കീബോർഡ്, ജോസേട്ടനാണ് കൂടുതലും എൻ്റെ എല്ലാ ഇതും ചെയ്യുന്നത്. അപ്പോൾ ജോസേട്ടൻ്റെ അടുത്ത് ഒരു പ്രോജക്റ്റ് പറഞ്ഞു വെച്ചിട്ട് കുറേ നാളായി, ഇതെവിടെ എന്ത് ക്ലാസ് കൊണ്ടുപോകുന്ന ചേച്ചിയുടെ സമയം അല്ലേ? ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഒത്തിരി. MJ മ്യൂസിക് സോൺ എന്ന് പറഞ്ഞിട്ട് കുട്ടൻചേട്ടൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കുട്ടൻചേട്ടൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അത് കൊറോണ കൊണ്ട് സംഭവിച്ച വൺ ഓഫ് ദി പോസിറ്റീവ് തിങ്സ് ആണ് എനിക്ക്. എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ക്ലാസ് എടുക്കും, ഒരു ടീച്ചറാകും, ഒരു ഗുരുസ്ഥാനത്ത്. അതും ഫിലിം സിംഗിങ് ആണ് എൻ്റെ സെക്ഷൻ ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അത് പക്ഷേ കൊറോണ കാരണമാണ് സംഭവിച്ചത്. അത് പിന്നീട് സ്റ്റോപ്പ് ആയില്ല. അപ്പോൾ പിന്നെ എൻ്റെ വേറെ കുട്ടികളും ഉണ്ട്, പേഴ്സണൽ ഇത് ഉള്ള കുട്ടികളും ഉണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. എങ്ങനെയുണ്ട് പഠിപ്പിച്ചു തുടങ്ങിയപ്പോ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരി പഠിപ്പിക്കുമ്പം, എസ്പെഷ്യലി അതും പിന്നെ സ്റ്റേജ് സിംഗിങ്ങിനെ കുറിച്ചും അല്ലേ? ടെക്നിക്കുകളില്ലേ സരിത, നമ്മൾ എനിക്കും ബ്രീത്ത് വലിയ പ്രശ്നമുള്ള ഒരാളാണ് ശരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കര ബുദ്ധിപൂർവം ആ ലിറിക്സിന്റെ ഇടയിൽ എവിടെ ബ്രീത്ത് എടുക്കാൻ വേണ്ടി കട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി വെക്കുമല്ലോ. അതെ, പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആവും. തീർച്ചയായിട്ടും. അപ്പം ഞാൻ എങ്ങനെയാണോ പാട്ട് പഠിക്കുന്നത്, അപ്പോൾ കുട്ടൻചേട്ടനത് ഇതിനെങ്ങനെ വിളിക്കുമ്പോൾ, കുട്ടൻചേട്ടൻ എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല, നീ എങ്ങനെയാണോ പാട്ട് പഠിക്കുന്നത് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ. അപ്പം ഞാൻ പണ്ടത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ബുക്കും ഇതും വെച്ച് എഴുതി കേട്ട് എഴുതി അത് പഠിച്ച് തീർന്നിട്ടേ അവിടെ നിന്ന് എണീക്കുള്ളൂ, പിന്നെ അത് മറക്കുവുമില്ല. പക്ഷെ ഇപ്പം എൻ്റെ മോനടക്കം ഉള്ളവർ അങ്ങനെയല്ല. അവർ വെറുതെ ഹെഡ്ഫോണിൽ കേട്ടോണ്ട് നടക്കും, വണ്ടി ഓടിക്കുമ്പോഴും എപ്പോഴും ആ പാട്ട് കേൾക്കും. പക്ഷെ തിരിച്ച് പാടിയൊന്നും കേൾക്കുന്നത് പിന്നെ ഒരു സ്റ്റേജ്
പക്ഷെ എനിക്ക് ഞാനും എപ്പോഴും ആളുകളുടെ അടുത്ത് പറയുന്നതും എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മൾ പാട്ട് എഴുതി വെക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലേക്ക് കുറച്ചും കൂടെ എഴുതുന്ന ആ ലിറിക്സ് നമ്മുടെ കൈപ്പടയിൽ എഴുതുമ്പോഴാണ് അതിനൊരു ആത്മാവ് നമ്മൾ എനിക്ക് തോന്നാറുണ്ട്. അല്ല, എഴുതുമ്പോൾ തന്നെ നമ്മൾ പകുതി പഠിക്കും അല്ലെ. നമ്മുടെ പണ്ടത്തെ ലളിത സംഗീത പാഠമൊക്കെ എന്താണ്, ഒരുപാട് പ്രാവശ്യം വായിപ്പിച്ച് അത് ക്ലിയർ ആക്കി, അങ്ങനെയല്ലേ നമ്മൾ ആ സ്കൂളിൽ നിന്ന്. പക്ഷെ നിങ്ങൾ പഴഞ്ചൻ എന്ന് വേണമെങ്കിൽ ഇപ്പോഴുള്ളവർ പറയുമായിരിക്കും. പക്ഷെ എൻ്റെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എഴുതാൻ പറഞ്ഞ് അങ്ങനെ ഒരു പഠിക്കുമ്പോൾ അവർക്ക് നല്ല മാറ്റമുണ്ട്. അങ്ങനെ മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് NJ മ്യൂസിക് സോണിൽ കൂടുതലും വെളിയിലൊക്കെ ഉള്ള കുട്ടികളാണ് ഒരുപാടുള്ളത്. അപ്പോൾ അവരുടെ ടൈമും നമ്മുടെ ടൈമായിട്ടും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ എന്നാലും അവിടെ അച്ഛനും അമ്മയും മലയാളികളായിരിക്കും, പക്ഷെ കുട്ടികൾക്ക് കഷ്ടി മലയാളം അറിയാവുന്നവരായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ലിറിക്സ് അപ്ലോഡ് ചെയ്യുന്നത് പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ എടുക്കാം അവർക്ക്. അതല്ല, ഞാൻ ഇങ്ങനെയും ഒരു സംവിധാനം വേണമെന്നുള്ളവർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ കുട്ടികൾ അത് സ്വന്തം ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തിട്ട് അവരെ എഴുതിച്ച്, അപ്പോൾ പേരൻസ് ആ ഹാപ്പി. പക്ഷെ അവർ മലയാളം കുറച്ച് അവിടെ ഉപയോഗിക്കേണ്ടാത്ത വാക്കുകളൊക്കെ നമുക്ക് പാട്ടിലുണ്ടാവുമല്ലോ, നിത്യം ഉപയോഗിക്കേണ്ടാത്ത. അങ്ങനെ മലയാളം പറയുന്നു കുട്ടികൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പിന്നെ വെളിയിലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ. അവർ ആ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളാണല്ലാത്ത. അല്ല, നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മോൻ്റെ ഉദാഹരണം പറയാലോ. വളരെ ഈസിയാണല്ല, കെയർലെസ് ആണ്. നമുക്ക് ശരിക്കും ദേഷ്യം വരും ഈ ഇന്റർവ്യൂ കണ്ട അവൻ്റെ ശരിയാക്കും. അതായത് കുറച്ചും കൂടി സീരിയസ് ആവണമല്ലോ ഒരു പാട്ടിനെ സമീപിക്കുന്ന, അങ്ങനെയല്ലേ. പക്ഷേ നമുക്ക് ആക്ച്വലി പേരൻസിന് സങ്കടം വരും, എസ്പെഷ്യലി നമ്മൾ മ്യൂസീഷ്യൻസോ അല്ലെങ്കിൽ കലാകാരന്മാരോ ആകുമ്പോൾ നമ്മുടെ മക്കള് ഇത്രയും റെസ്പോൺസിബിളായിട്ട് കലയെ സമീപിക്കുന്നു. പക്ഷെ അവർ സ്റ്റേജിൽ നന്നായിട്ട് ചെയ്യുന്നതൊക്കെ കാണാം അല്ലേ. വേറൊരു തരത്തിൽ അവര് ഭയങ്കരമായിട്ട് അവരുടെ കഴിവിനെ കാണിക്കുന്നുണ്ട്. അവരുടെ രീതിയൊക്കെ വേറെയാണ്. പക്ഷെ നമ്മളുമായിട്ടുള്ള ഒരു അന്തരം ഉണ്ടല്ലേ, അതിനാണ് പറയുന്നത് ജനറേഷൻ ഗ്യാപ്പ്. നല്ലോണം ഉണ്ട്. പക്ഷെ സരിത, നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ പോയാൽ നമ്മൾ എത്ര വയസ്സായാലും നമ്മൾ ആ പാട്ട് മെമ്മറിയിൽ ഉണ്ടാവും നമുക്ക്. ഇപ്പൊ ആ കുട്ടികൾക്ക് അത് ചോദിച്ചാൽ ഉണ്ടാവോ സംശയമുണ്ട്. അത് ശരിയാ. ആദ്യത്തെ ഒക്കെ ഒരു പാട്ടുകൾ അവര് പാടി തുടങ്ങിയ സമയത്തെ പാട്ടുകൾ പാടാൻ പറഞ്ഞാൽ അതാണ് അതിന്റെ വ്യത്യാസം. അതെ, ഫുൾ സോങ്ങും അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. പല്ലവി അനുപല്ലവി മാത്രം ചരണം കേൾക്കാനുള്ള ക്ഷമയില്ല. ശരി, എന്തായാലും നമ്മള് പഴയ ആ ഒരു കാലത്തെക്കുറിച്ച്, ലളിതഗാനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ സമയത്ത്, അതായത് ARന്റെയും അല്ലെങ്കിൽ ദൂരദർശന്റെ ആദ്യകാലത്തൊക്കെയുള്ള ആ ഒരു കാലഘട്ടം ഓർത്തിട്ട് ചേച്ചിയുടെ മനസ്സിലേക്ക് വരുന്നൊരു പാട്ട്. സരിതയായി പറഞ്ഞില്ലേ, ഡാലിയ എന്ന് പറഞ്ഞ പാട്ടിന്റെ ഒപ്പം തന്നെ കാറ്റിലാടി പരിലസിക്കും കേദാരം, ഇത് ഞാൻ പാടിയ സോളോ ആണ്, ഓർമ്മയുണ്ട്. ഇപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ പല്ലവി ലിറിക്സ് എഴുതിയ ബുക്കെല്ലാം ഉണ്ട്, കുറേ ഉണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിലുണ്ടാവും ഉറപ്പായിട്ടും. കാറ്റിലാടി പരിലസിക്കും കേദാരം, സ്വപ്നം കണ്ട് നാണിക്കും തീരം. കാറ്റിലാടി പരിലസിക്കും കേദാരം, സ്വപ്നം കണ്ട് നാണിക്കും തീരം. പുളകമെന്നും പൂവിടുന്ന നല്ല കാനനം, ഹരിതമയം സുഖമിളിതം മധുരതരം മാളോരേ. കാറ്റിലാടി പരിലസിക്കും കേദാരം, സ്വപ്നം കണ്ട് നാണിക്കും തീരം. വീണ്ടും ആക്കാലോ ചേച്ചി, അതൊക്കെ പോലെ പാടുന്ന കാലഘട്ടം. ഇവിടെ ഒരു പൂവ് കളഞ്ഞിട്ട് ഇപ്പോഴും കളിയാക്കും. എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുള്ള ആ സമയത്താണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നെ കാണിച്ചു കൊടുത്തത് ആ ഒരു രൂപത്തിലാണ്.
വളരെ രസകരമായ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ന് വന്നു. ഒരുപാട് എന്താ പറയുക, മലയാളികൾ ഓർക്കുന്ന പാട്ടുകളൊക്കെ പാടി. അതിൽ എടുത്തു പറയാനുള്ളത് അറിയാലോ, ദേവദൂതൻ. ശരിക്കും വളരെ എന്താ പറയുക, ഓരോ ഗായികമാരും ആഗ്രഹിക്കുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഒരു ഇന്റർവ്യൂവിൽ നിന്നും ആ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അത് ഞാൻ പാടുന്ന സമയത്തൊന്നും ആ പാട്ടിൻ്റെ ഒരു വിശേഷണം 12 സ്വരസ്ഥാനമുള്ള ഒരു വളരെ ചുരുക്കം ഗാനങ്ങളിൽ ഒന്നാണത്. അത് പിന്നീടാണ് ആളുകളിലേക്ക് എത്തിയത് അല്ലേ? കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ, കാലങ്ങളെ ആയിട്ടുള്ളൂ അത് അറിഞ്ഞു തുടങ്ങിയിട്ട്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ശക്തിയാണ് കേട്ടോ. അപ്പോഴും എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയൊന്നും ഡീറ്റെയിലിംഗ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ എന്നോട് ആദ്യം ഇത് പറയുന്നത് സുദീപാണ്. ചേച്ചി അല്ല, അന്ന് ഇത് കമ്പോസ് ചെയ്ത് ചേച്ചി പഠിപ്പിക്കുന്ന സമയല്ലേ, അപ്പോഴൊന്നും വിദ്യാജി ഇതൊന്നും അങ്ങനൊന്നും പറഞ്ഞില്ല, അങ്ങനൊന്നും പറഞ്ഞു തന്നില്ല. പഠിപ്പിച്ചു. അതല്ല, പൂവേ പൂവേ പാലപ്പൂവയാണ് തലേ ദിവസം പഠിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പോയി പാടിയത്. ഈ പാട്ട് അപ്പ പറഞ്ഞ് പാടുകയായിരുന്നു. ഇത് തലേ ദിവസം പറഞ്ഞൊന്നും തന്നില്ല. അപ്പൊ ഒരു പാട്ടും കൊണ്ടുണ്ട്, അത് പാടി നോക്കൂ എന്ന് പറഞ്ഞ് പാടിച്ചതാണിത്. അപ്പോൾ ഇതിൽ രണ്ടില് ഏതോ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയെന്ന് മാത്രമേ ഞാൻ പിന്നീട് അറിഞ്ഞുള്ളൂ. അത് പിന്നെ ഈ ഒരു പാട്ടായത് എത്രയോ ഭാഗ്യമാണല്ലേ. തീർച്ചയായിട്ടും. പക്ഷെ ആ സമയത്ത് ചെറിയ സീസണൽ ഹിറ്റ് ആയിരുന്നല്ലോ പൂവേ പൂവേ. അപ്പോൾ ലാലേട്ടൻ ഡാൻസ് ചെയ്യുന്നു, അപ്പോൾ അതങ്ങ് ഭയങ്കര ഹിറ്റ്, അങ്ങ് കയറി. അയ്യോ അതല്ല, അപ്പോൾ ഒരു പക്ഷേ ഇത് വിദ്യാജിയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും ദാസാറിൻ്റെ ആണെങ്കിലും പേഴ്സണൽ ഫേവറേറ്റ്സിലെ ഒരു പാട്ടാണ് എന്ന് അറിയുന്നത്, അതിന് എനിക്ക് ഒരു പങ്കാവാൻ പറ്റിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്തായാലും ആ കാര്യമൊക്കെ പറയുമ്പോൾ രണ്ടുപേരും അതൊരു ചടങ്ങാണ് കേട്ടോ. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്, മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി, കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി, എന്നുവരും നീ തിരികെ, എന്നുവരും നീ, എന്നുവരും നീ തിരികെ, എന്നുവരും നീ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടേ ഇങ്ങനെ പാടുമ്പോ ഈ പാട്ട് നമ്മൾ കേൾക്കുന്നത് പോലെ കേൾക്കുമ്പോഴും അത്ര സിമ്പിൾ അല്ല, പാടുന്നതും അത്ര സിമ്പിൾ അല്ല ശരിക്കും. അലീന എന്ന് പറയുന്ന ആ ടേക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊരു അവർക്ക് മെയിൽ സിംഗേഴ്സിനും ഒക്കെ ഒരു ചാലഞ്ചിങ് ആയിട്ട് ഉള്ളൊരു സോങ് ആയിട്ട് അവർക്കും തോന്നും. അതുകൊണ്ട് അവർക്കത് പാടാനും. അതെ, ദേവദൂതനിലെ വേറൊരു പാട്ടുണ്ടല്ലേ രാജാ സാറിന്റെ, അതേപോലെ തന്നെ സ്റ്റേജിൽ പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. കാരണം ഒരു 2 സിംഗർ നിന്ന് പാടിക്കഴിഞ്ഞാൽ അവരുടെ ടാലന്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു പാട്ടാണ്. കുറച്ച് ടഫായിട്ടുള്ളൊരു സോങ് ആണ് അത്. എന്താ പറയുക സരിത, അതിൽ ഭയങ്കര ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് അങ്ങനെ കിടപ്പുള്ളതുകൊണ്ടാണ് എന്നിലേക്ക് ആ പാട്ട് വന്നു ചേർന്നത്. അത്രേ പറയാനുള്ളൂ. എത്രയോ സിംഗേഴ്സ് ഉണ്ട്. അതെ, എന്നും മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു സോങ് ഇതായിരിക്കാം, അടയാളപ്പെടുത്തിയൊരു സോങ് ഇതായിരിക്കും അല്ലേ? സന്തോഷം. യെസ്, ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ശരി, ഓണക്കാലാണ്, ഓണവിശേഷങ്ങളൊക്കെ പറയാം. എന്തൊക്കെയാണ് ചേച്ചി വീട്ടില്? ഞാൻ കണ്ണഞ്ചേട്ടനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്, തിരുവോണത്തിന് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടും പാച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിനെ, പിന്നെ ഞങ്ങളുടെയൊക്കെ കോമൺ ആയിട്ടുള്ള വേറെ അവർ രണ്ടുപേരും മുസ്ലിംസും ക്രിസ്ത്യൻസും ആണ്. അപ്പം നമ്മുടെ ആൾക്കാർക്കൊക്കെ വീട്ടിൽ അവർ ഓണം വെക്കുമല്ലോ. അപ്പം നമ്മളെ ഫ്രണ്ട്സിനെ ആണെങ്കിലും വിളിച്ചാലും കിട്ടില്ല. അപ്പം ഞങ്ങൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ തന്നെ പാചകം ചെയ്തു. പാചകക്കാരിയാണോ? സാധാരണ സിംഗേഴ്സ് പാചകം ചെയ്യൂന്ന് ചോദിച്ചാ
പകുതി കൂടുതൽ. അത് തിരക്കുള്ള സിംഗേഴ്സ് അല്ലെങ്കിൽ ത്രോട്ടൊക്കെ വളരെയധികം സൂക്ഷിക്കുന്ന, അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സിംഗേഴ്സ്, പാട്ടുകാർ സെൻസിറ്റീവ് ആണ് അല്ലേ? അപ്പൊ അവരൊക്കെ പറയുന്നത് അടുക്കളയിലെ ചൂടും പുകയൊന്നും ഞങ്ങളുടെ ശബ്ദത്തിന് അത്ര നല്ലതല്ല. അതൊന്നും ഒരു പേർക്ക് വെറുതെ പറയണാണ്. ചിത്ര ചേച്ചി, ഞാൻ ചേച്ചിയുടെ അടുത്ത് ചേച്ചി കുറച്ച് സെൻസിറ്റീവ് ആണ്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേച്ചി കിച്ചണിലേക്ക് പുകയും പൊടിയും ഒക്കെ ചേച്ചിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനും ഡസ്റ്റ് ഇപ്പൊ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോ നമുക്ക് തുമ്മുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക്, അപ്പം ഉടനെ ത്രോട്ടില് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ തന്നെയും പ്രശ്നമാണ്. ഞാൻ പിന്നെ ഈ തിരക്കുള്ള സിംഗേഴ്സിനെ കുറിച്ചല്ലേ പറഞ്ഞേ ചേച്ചി. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം കുക്ക് ചെയ്യാനും ഒക്കെ കിട്ടുന്നുണ്ട്. ഏറ്റവും ഇഷ്ടം എന്താണ് കുക്ക് ചെയ്യാൻ? ഏറ്റവും ഇഷ്ടം വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് കൂടുതലും. കണ്ണഞ്ചേട്ടൻ്റെ വീട്ടിലെല്ലാവരും വെജിറ്റേറിയൻ ആണ്, അമ്മയും അച്ഛനും ഒക്കെ. പക്ഷെ കണ്ണഞ്ചേട്ടനൊക്കെ ഇങ്ങനെ പുറത്ത് പഠിക്കാനൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് അവരും സിസ്റ്റേഴ്സും ഒക്കെ നോൺ കഴിക്കും. ഞങ്ങളുടെ വീട്ടിലും നോൺ കഴിക്കുന്ന വീട് തന്നെയാണ് എൻ്റെയൊക്കെ. അപ്പം അതുകൊണ്ട് രണ്ടും ഒരേപോലെ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതിൽ ചിക്കൻ കറി അത് അമ്മയുടെ റെസിപ്പിയാണ്, എൻ്റെ അമ്മയുടെ. അത് അമ്മയുടെ വിളിച്ച് ചോദിച്ചിട്ട് എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ, ഒരു ഡയറിയിൽ. അമ്മ മരിച്ചുപോയി, 2 വർഷമായി. പക്ഷെ എന്നാലും ഇത് എത്ര പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയാലും ആ പുസ്തകം ഓപ്പൺ ചെയ്ത് വീണ്ടും നോക്കിയാലാണ് എനിക്ക് ശരിയാവുക. അപ്പോൾ എനിക്ക് വിളിച്ച് ഇപ്പോൾ ആ കറിയൊക്കെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ വിളിച്ച് ചോദിച്ച് അമ്മയോട് ചോദിച്ചിട്ട് എഴുതിയെടുത്ത അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ ചെറിയ വിഷമം വരും. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അമ്മ വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കും, അത് നന്നായാണ് ഉണ്ടാക്കുന്നത്. പറയാമോ? തീർച്ചയായിട്ടും ഒരു ദിവസം എന്നിട്ട് നല്ലോണം പറയാം. നല്ല അധികം അല്ല, പാച്ചു അങ്ങനെ പറയാറുണ്ട്. കണ്ണൻ ചേട്ടനും അത് ഇഷ്ടമാണ്. അപ്പൊ ഇനി ഞങ്ങളുടെ കുക്കറി ഷോ ഉണ്ട്, ചേച്ചിയുടെ ആ സ്പെഷ്യൽ ചിക്കൻ കറി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരുന്ന റെസിപ്പി എന്താന്ന് ഞങ്ങളുടെ പ്രേക്ഷകരും കൂടെ ഒന്ന് അറിയട്ടെ. എന്തായാലും ആളുകൾ ഓണം ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കണ്ട. വേറെ ഓണസദ്യയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് പായസം ഒഴിച്ചു പറഞ്ഞോ? മാമ്പഴ പുളിശ്ശേരി. അത് പക്ഷെ ഓണത്തിന് ഇല്ല, അതൊരു മേടമാസ സമയത്താണ്. അപ്പൊ അത് കണ്ണൻചേട്ടന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള, അവിടെ ചെന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള. കണ്ണൻചേട്ടന്റെ നാട് എവിടെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു. പൊൻകുന്നം, കോട്ടയം. അപ്പൊ അമ്മ വെജിറ്റേറിയൻ. അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം ശാരദ എന്നാണ് അമ്മയുടെ പേര്. ശാരദ കൊച്ചമ്മ വെറുതെ ഒരു താള് പൊട്ടിച്ചിട്ട് ഒരു ഇതുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണെന്ന് കസിൻസൊക്കെ പറഞ്ഞു കേട്ട് അങ്ങനെ. അപ്പോൾ എന്താ ഈ താള് എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. പിന്നെ എല്ലാം അമ്മ ഓരോരോ വിഭവങ്ങളും അമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശയ്ക്കൊരു ചമ്മന്തി ഉണ്ടാക്കും, ഉള്ളി ചമ്മന്തി. അയ്യോ, അത് ഭയങ്കരമാണ്. പിന്നെ ചേന പുഴുങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും അങ്ങോട്ടൊക്കെ. അങ്ങനെ ചേന പുഴുങ്ങിയത്, നല്ല വെണ്ണ പോലത്തെ വേകുന്ന ചേന, അതിനൊരു ചമ്മന്തി ഉണ്ടാക്കും അമ്മ തേങ്ങ വെച്ചിട്ട്, അത് സൂപ്പറാണ്. പിന്നെ കപ്പപ്പുഴുക്ക്, ഇതൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഞാൻ കണ്ണൻചേട്ടൻ്റെ അവിടെ പോയി കണ്ടിട്ടാണ്. അപ്പം അതെല്ലാം നോക്കി പഠിക്കാനൊരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പഠിച്ചു. പിന്നെ ചെയ്ത് ഇപ്പോഴും തെറ്റില്ലാതെ ഉണ്ടാക്കും അതെല്ലാം.